സിന്ദൂരരേഖ ഭാഗം 37. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടന ദിവസം വന്നെത്തി. നാളെയാണ് ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനം. അച്ഛനും അമ്മയും അമ്മാളുവും അപ്പുവും എല്ലാവരും പോകണമെന്ന് കരുതി തന്നെ ഇരിക്കുവാണ്. രാത്രി എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലും അച്ഛൻ നാളെ നേരത്തെ എഴുന്നേൽക്കണം, എന്നാലേ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ശരിയെന്ന് പറഞ്ഞ് എല്ലാവരും കിടക്കാനും പോയി. ഏട്ടാ, എന്താ എന്താ പറ്റിയത്? കിടക്കാൻ നേരം പെട്ടെന്നാണ് അമ്മയുടെ മുറിയിൽ നിന്ന് അമ്മയുടെ ഉറക്കെയുള്ള ശബ്ദം കേൾക്കുന്നത്. വേഗം തന്നെ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. എന്താ അമ്മേ, എന്താ ഒച്ച വയ്ക്കുന്നത്? നോക്കുമ്പോൾ കാണുന്നത് നെഞ്ചിൽ കൈവച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനെയാണ്. അമ്മ വേഗം തന്നെ അടുത്തുള്ള ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടൻ്റെ നമ്പറിലേക്ക് വിളിച്ചു വരുത്തി. അമ്മയും അച്ഛനും ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അപ്പവും താനും മാത്രം ഒറ്റയ്ക്ക്. എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമായിരുന്നു. ആകെ ഭയത്തോടെ ഇരിക്കുന്ന നേരം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഫോണിലേക്ക് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടൻ്റെ ഫോൺ കോൾ വന്നത്. വേഗം അത് അറ്റൻഡ് ചെയ്തു. അമ്മയായിരുന്നു വിളിച്ചത്. മോളെ, അവിടെ അലമാരയുടെ ഡ്രോയറിൽ കുറച്ച് പൈസ ഇരിക്കുന്നുണ്ട്. പ്രകാശേട്ടൻ ഇപ്പോൾ ഓട്ടോറിക്ഷയായിട്ട് വരും. മോൾ അപ്പുവിനെ കൂട്ടി ആ പൈസ എടുത്ത് ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് പോരണം. അമ്മയുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ അമ്മ ആകെ പേടിച്ചാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായി. അമ്മയുടെ ശബ്ദത്തിൽ തന്നെ വല്ലാത്ത പതർച്ച, കരഞ്ഞതുപോലെ. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അമ്മാളു പിന്നീടൊന്നും ചോദിക്കാതെ അമ്മയോട് ശരിയെന്ന് പറഞ്ഞ് ഡ്രോയറിലിരിക്കുന്ന പൈസയെടുത്ത് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നു. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടൻ വന്നപ്പോൾ പൈസയൊക്കെ ആയിട്ട് അതിലേക്ക് കയറി. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അച്ഛന് അറ്റാക്കാണെന്ന്. കൃത്യസമയത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റിയത് ഉപകാരമായി. ഇല്ലെങ്കിൽ ആളുടെ ജീവന് പോലും ആപത്തായി തീർന്നേനെ അത്. കയ്യിൽ കൂട്ടിവെച്ചിരുന്ന പൈസയൊക്കെ നിമിഷ നേരം കൊണ്ട് തീർന്നുപോയി. എത്രയും വേഗം ഒരു സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണങ്ങളും ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന സ്വർണവും ഒക്കെ കൊണ്ടുപോയി പണയം വെച്ചു. പിറ്റേ ദിവസം തന്നെ സർജറി നടത്തുകയും ചെയ്തു. അന്നത്തെ 2 ദിവസം അച്ഛനെ കാണാൻ പോലും പറ്റില്ലായിരുന്നു. ഭക്ഷണം കഴിച്ച് ഉറങ്ങാനായി മുറിയിലേക്ക് പോയ ഒരാൾ പെട്ടെന്ന് നെഞ്ചുവേദനയുമായി ആശുപത്രിയിലേക്ക് പോകുന്നു. ഉടനടി സർജറി ചെയ്യുന്നു. ഇതൊക്കെ അന്നത്തെ ആ 18കാരിക്ക് ഒട്ടും ഉൾക്കൊള്ളാനാവുന്നതായിരുന്നില്ല. ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് ജീവിതത്തിൻ്റെ മുഴുവൻ താളം തെറ്റിയതുപോലെ. അമ്മയ്ക്ക് താനും തനിക്ക് അമ്മയും മാത്രമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. പറയത്തക്ക ബന്ധുക്കളും ഇല്ലായിരുന്നു. 3ാമത്തെ ദിവസമാണ് അച്ഛനെ കാണാൻ അനുവദിച്ചത്. അമ്മയോട് കയറി കണ്ടോളാൻ പറഞ്ഞു. അമ്മ അകത്തേക്ക് കയറി അച്ഛനെ കാണാൻ പോയ സമയം അമ്മാളു അവിടെ ഇട്ടിരിക്കുന്ന ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. അമ്മാളു. തൊട്ടരികിൽ നിന്ന് ശ്രീയമ്മയുടെ വേദനയോടെയുള്ള ശബ്ദം. ഞെട്ടലോടെ അമ്മാളു മുഖം ഉയർത്തി നോക്കി. ശ്രീയമ്മേ എന്ന് വിളിച്ച് അവൾ അമ്മയെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവരവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ തലയിലൂടെ തലോടിക്കൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു. അമ്മ എവിടെ? അമ്മ അകത്ത് അച്ഛനെ കാണാൻ. ഇടർച്ചയോടെ അവൾ പറഞ്ഞു. അപ്പു എവിടെ? റൂമിലുണ്ട്. അമ്മയുടെ അമ്മയുണ്ട് മുറിയിൽ. അത് പറഞ്ഞ് ശ്രീയമ്മ അവളുടെ കൂടെ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ICUവിൽ നിന്ന് അമ്മ ഇറങ്ങി വന്നു. അമ്മാളുവിൻ്റെ കൂടെ ഇരിക്കുന്ന ശ്രീകുമാരിയെ കണ്ടതും അവർ തടഞ്ഞു നിർത്തിയ കണ്ണുനീർ വീണ്ടും ഒഴുകിയിറങ്ങി. മുറിയിലിരിക്കുകയാണ് ശ്രീയമ്മയും അമ്മാളുവും അമ്മാളുവിൻ്റെ അമ്മയും അപ്പുവും അമ്മൂമ്മയും ഒക്കെ. ആരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. അമ്മ പോയി അച്ഛനെ കയറി കണ്ടുവന്നതിന് ശേഷം എന്താണ് അച്ഛൻ്റെ അവസ്ഥയെന്ന് പോലും പറഞ്ഞിട്ടില്ല. അത് ചോദിക്കണമെന്നുണ്ടെങ്കിലും അമ്മ ഇരിക്കുന്നത് കണ്ടപ്പോൾ അമ്മാളുവിന് അത് ചോദിക്കാൻ മടി തോന്നി. അത്രയ്ക്കും വിഷമത്തോടെയുള്ള മുഖത്തിലാണ് അമ്മ ഇരിക്കുന്നത്. അച്ഛൻ എങ്ങനെയുണ്ട് അമ്മേ? ഒടുക്കം എന്താണെങ്കിലും അച്ഛൻ്റെ അവസ്ഥ അറിയണ്ടേന്ന് കരുതി അമ്മാളും അമ്മയോട് ചോദിച്ചു. അപ്പോഴും അവർ കരയുക തന്നെയായിരുന്നു. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീര് തുടച്ചു നീക്കിക്കൊണ്ട് അമ്മ അമ്മാളുവിനെ ഒന്ന് നോക്കി. കുറേ വയറുകൾക്കിടയിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ വിളിച്ചിട്ടും ഞാൻ അടുത്ത് ചെന്നിട്ട് അനക്കമൊന്നുമില്ല. ബോധം തെളിയാതെയൊന്നും പറയാൻ പറ്റില്ലെന്നാണ് നഴ്സുമാരൊക്കെ പറഞ്ഞത്. ഇടറുന്ന ശബ്ദത്തിൽ അത്രയും പറഞ്ഞപ്പോൾ തന്നെ അമ്മ കരഞ്ഞു പോയിരുന്നു. അത് കണ്ടതും ശ്രീകുമാരി അവരുടെ അടുത്തേക്ക് വന്നവരെ ചേർത്ത് പിടിച്ചു. കരയല്ലേ സുധേ, ഇങ്ങനെ കരഞ്ഞാൽ അത് കണ്ട് കുട്ടികൾക്ക് കൂടി അത് വിഷമായി മാറും. ദാസേട്ടനൊന്നും പറ്റില്ല. ഇവിടെ അല്ലെങ്കിൽ മറ്റേത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണെങ്കിലും നമ്മൾ ദാസേട്ടനെ തിരികെ കൊണ്ടുവരും. ഇത് ഞാൻ തരുന്ന ഉറപ്പാണ്. സുധയുടെ കയ്യിലൊന്ന് അമർത്തി പിടിച്ചുകൊണ്ട് ശ്രീകുമാരി പറഞ്ഞതും അവർ കണ്ണുനീര് തുടച്ചു. അമ്മയുടെ കരച്ചിലുമൊക്കെ കണ്ട് അമ്മാളുവിനും ആകെ വിഷമായി. പിറ്റേ ദിവസമായപ്പോഴാണ് അച്ഛന് ബോധം തെളിഞ്ഞത്. അപ്പോഴേക്കും ഡോക്ടർമാർ ഇനി കുഴപ്പമൊന്നും ഉണ്ടാകില്ലെന്ന് പറഞ്ഞു. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അച്ഛനെ തിരികെ വീട്ടിലേക്ക് വിട്ടത്. അപ്പോഴും ഒരുപാട് തരത്തിലുള്ള മരുന്നുകളും അച്ഛനുള്ള പ്രത്യേക ഭക്ഷണ രീതികളും ഒക്കെ പറഞ്ഞു തന്നിട്ടാണ് വിട്ടത്. അന്ന് ഹോസ്പിറ്റലിൻ്റെ ബില്ല് പേ ചെയ്യാൻ പോയപ്പോൾ ഓപ്പറേഷൻ്റെ ചെലവ് കൂടാതെയുള്ള ബില്ല് 1.5 ലക്ഷം രൂപയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് അവർ പറഞ്ഞത് ഹോസ്പിറ്റൽ ബില്ലൊക്കെ നേരത്തെ തന്നെ സെറ്റിൽ ചെയ്തിട്ടുണ്ടെന്ന്. അതാരായിരിക്കുമെന്ന് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല.
നന്ദി എന്നൊരു വാക്കല്ലാതെ മറ്റൊന്നും ശ്രീയമ്മയോട് പറയാനുണ്ടായിരുന്നില്ല അന്നേരം. കാരണം ഇത്രയും വലിയൊരു ഭീമമായ തുക തങ്ങളെക്കൊണ്ട് സ്വരൂപിച്ചാൽ കൂട്ടിയാൽ കൂടില്ലെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് നന്ദി എന്നൊരു വാക്കിലാണ് അന്നത് തീർത്തത്. പിന്നീട് അച്ഛൻ ഇക്കാര്യം അറിഞ്ഞപ്പോൾ അമ്മയെ ഒരുപാട് വഴക്ക് പറഞ്ഞിരുന്നു. അസുഖമൊക്കെ ഭേദമായി വീണ്ടും അച്ഛൻ ജോലിക്ക് പോയി തുടങ്ങി പണം ഉണ്ടാക്കി അത് തിരികെ ശ്രീയമ്മയെ ഏൽപ്പിക്കാൻ ഒരുപാട് തവണ ശ്രമിച്ചതാണ്. പക്ഷേ നിരസിക്കുക മാത്രമല്ല, അച്ഛനെ തിരിച്ച് നല്ല രീതിയിൽ വഴക്ക് പറയുകയും ചെയ്തിരുന്നു അന്ന് ശ്രീയമ്മ. അന്നു മുതൽ ശ്രീയമ്മ തനിക്ക് ദൈവതുല്യമാണ്. അന്ന് അച്ഛന് വയ്യാതായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇടയ്ക്കൊരു തവണ അമ്മ ഇളയ മകനെയും കൂട്ടിയാണ് വന്നത്. അന്ന് ഉണ്ണിയേട്ടനുമായിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ട്. കൂടുതൽ അടുത്ത പരിചയമൊന്നുമില്ല, പിന്നീട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഡിഗ്രി പഠിക്കാനായി ജോയിൻ ചെയ്തു. അപ്പോഴേക്കും വർമ്മ ഹോസ്പിറ്റൽ സ്ഥലത്തെ തന്നെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലായി മാറിയിട്ടുണ്ടായിരുന്നു. ഡിഗ്രിക്ക് BA ഭരതനാട്യം എന്ന തൻ്റെ ഇഷ്ടവിഷയം തിരഞ്ഞെടുത്ത് പഠിച്ചതുകൊണ്ട് താനായിരുന്നു കോളേജിലെ റാങ്ക് സ്വപ്നം. അതിനോട് അത്രയും ആത്മാർത്ഥമായിട്ടും അത്രയും ആഗ്രഹത്തോടെയും ചെയ്യുന്നത് കൊണ്ട് തനിക്കത് പഠിക്കാൻ തന്നെ വല്ലാത്തൊരു താല്പര്യമായിരുന്നു. അങ്ങനെ ഒരു വിഷയം എടുത്ത് പഠിക്കാൻ കാരണം തന്നെ ശ്രീയമ്മയുമായിരുന്നു. എത്രയൊക്കെ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടും മാറാതെ നിന്നിരുന്നത് തൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് പതിഞ്ഞു പോയ പുരുഷനായിരുന്നു മാനവർമ്മ. എത്രയൊക്കെ സന്തോഷത്തിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയിട്ടും മനസ്സിന്ന് പറിച്ചു മാറ്റാനാവാത്ത രൂപം. അദ്ദേഹം വലിയ ഡോക്ടറാണെന്നും തനിക്ക് ചേരാത്ത ഒരാളാണെന്നും തൻ്റെ യോഗ്യത അതല്ല എന്നുമൊക്കെ മനസ്സിനെ പല ആവർത്തി പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും മനസ്സതൊന്നും ഉള്ളിലേക്ക് എടുക്കുന്നില്ലായിരുന്നു. അവൻ തന്നെ തനിക്ക് വേണം എന്നൊരു ശാഠ്യം മനസ്സ് കാണിക്കുന്നത് പോലെ. അതിനിടയിൽ ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനത്തിനും മറ്റുമെടുത്ത ചിത്രങ്ങളിൽ നിന്ന് അവൻ്റെ രൂപം താൻ കണ്ടു. താൻ മനസ്സിൽ ചിത്രീകരിച്ചിരുന്നത് പോലുള്ളൊരു രൂപം. അന്നേരം ഇതെങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് തൻ്റെ മനസ്സിൽ പതിഞ്ഞത് എന്നൊരു ചിന്തയുണ്ടായിരുന്നു തനിക്ക്. കാരണം താൻ മനസ്സിൽ ചിന്തിച്ചിരുന്നതും അവൻ്റെ യഥാർത്ഥ രൂപവും ഏകദേശം എന്നല്ല ഒരുപോലെ തന്നെ ഇരിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. ആദ്യമായിട്ടെന്ന ആ ഫോട്ടോയിലൂടെ മാനവർമ്മയെ കാണുമ്പോൾ ഇന്നുള്ളത് പോലെയുള്ളൊരു മുഖമോ ഭാവമോ ആയിരുന്നില്ല അവൻ്റെ മുഖത്ത്. ഇതുപോലെ നീട്ടി വളർത്തിയ മുടിയോ ആവശ്യത്തിലധികമുള്ള താടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട്, ശരിക്ക് ഒരു പെർഫെക്റ്റ് ജെന്റിൽമാനെ പോലെ. ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ല, ശബ്ദം കേട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ പ്രണയിക്കുന്നു എന്ന കാര്യം താൻ തന്നെ അടുത്തുള്ള സുഹൃത്തുക്കളോട് പോലും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ആരോട് പറഞ്ഞാലും തനിക്ക് ഭ്രാന്താണെന്ന് മാത്രമേ കരുതുള്ളൂ. അങ്ങനെയിരിക്കെ ഒരു ദിവസം കോളേജിൽ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കോളേജിൽ എല്ലാ മാസങ്ങളിലും എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടാകും. ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികളാണെങ്കിൽ എന്തായാലും താൻ പോകേണ്ടി വരും. അതല്ലാത്ത പരിപാടികൾക്ക് അങ്ങനെ പോകാറില്ല. കാരണം ആ ഒരു ദിവസം അറ്റൻഡൻസ് പോകാതെ തന്നെ വീട്ടിൽ റെസ്റ്റ് എടുക്കാമല്ലോ. അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞാൽ അതൊരു നവംബർ മാസമായിരുന്നു. കോളേജിൽ ബ്ലഡ് ഡൊണേഷനെ കുറിച്ചുള്ള ക്ലാസ്സും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പരിപാടിയൊക്കെയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ കോളേജിൽ പോകണ്ടെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കോളേജിൽ നിന്ന് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൻ്റെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അലസമായിട്ട് അതെടുത്ത് നോക്കിയപ്പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് ഡോക്ടർ മാനവർമ്മയായിരുന്നു. ഞെട്ടലോടെ താൻ അതിലേക്ക് വീണ്ടും ഒന്ന് നോക്കിയിരുന്നത് ഇപ്പോൾ എന്ന പോലെ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. പിന്നീട് ഒരു നിമിഷം പോലും പാഴാക്കാതെ വേഗം ഉടുത്തൊരുങ്ങി കോളേജിലേക്ക് പോയി. പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരുങ്ങിക്കെട്ടി പോകുന്നത് കണ്ടതും അമ്മയും തന്നെ ഒന്ന് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത് അവൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഉള്ളതിൽ ഏറ്റവും നല്ല ചുരിദാറൊക്കെ ഇട്ടാണ് പോയത്. കാരണം താൻ ഇത്രയും നാളും ഒന്ന് കാണുക പോലും ചെയ്യാതെ മനസ്സിൽ ആരാധിച്ച, താൻ പ്രണയിച്ച ആ ഒരു രൂപത്തെ താനിന്ന് നേരിൽ കാണാൻ പോകുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം നേരിട്ട് കേൾക്കാൻ പോകുന്നു. പ്രണയത്തേക്കാൾ ഉപരി അവൾക്ക് അവനോട് ആരാധനയും ബഹുമാനവുമായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ശ്രീയമ്മ വരുമ്പോൾ അവനെക്കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ അതിന്ന് അവൾക്ക് അവനോട് അടങ്ങാത്ത ആരാധനയും ബഹുമാനവുമാണ് തോന്നിയിരുന്നത്. പതിയെ അത് പ്രണയത്തിലേക്ക് വഴിതെറ്റി മാറിയതാണെന്നതാണ് സത്യം. കോളേജിലേക്ക് പോകണ്ടെന്ന് തീരുമാനിച്ച് വൈകി എത്തിയത് കൊണ്ട് തന്നെ പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും പിന്നിലുള്ള സീറ്റിലാണ് ഇരിക്കാൻ കിട്ടിയത്. എങ്കിലും സാരമില്ലെന്ന് കരുതി അവിടെ തന്നെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗസ്റ്റുകളെല്ലാം സ്റ്റേജിലേക്ക് ഇരുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ മാനവർമ്മയെ ക്ഷണിച്ചപ്പോൾ ഉണ്ടായ കയ്യടികളിൽ ഇപ്പോൾ എന്ന പോലെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും വന്ന് സംസാരിച്ചപ്പോൾ ഉണ്ടാകാതിരുന്ന അത്രയും കയ്യടിയും ആരവുമായിരുന്നു അവൻ സ്റ്റേജിലേക്ക് കയറിയപ്പോൾ ഉണ്ടായത്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാം കേട്ടോ. ബൈ.